ഹലോ ഗൈസ്, ഇന്ന് മുതൽ നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെ മെറ്റീരിയലാണ് വേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമുക്കൊരു ഫ്രെയിമാണ് വേണ്ടത്. എംബ്രോയ്ഡറി ഫ്രെയിമാണിത്. എല്ലാ ബട്ടൺ ഹൗസുകളിലും അതുപോലെ ഫാൻസി കടകളിലും അവൈലബിൾ ആണ്. പല സൈസിലും ഇത് അവൈലബിൾ ആണ്. 50, 60, 25 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്ലോത്താണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ക്ലോത്താണ് ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ കോട്ടൺ ക്ലോത്താണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ വേണ്ടത് നമുക്ക് എംബ്രോയ്ഡറി ത്രെഡാണ്. ഇതും എല്ലാ ബട്ടൺ ഹൗസുകളിലും അതേപോലെ ഫാൻസി കടകളിലും അവൈലബിൾ ആണ്. പല കളേഴ്സിലും അവൈലബിൾ ആണ്. എംബ്രോയ്ഡറി ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസി കടയിൽ നിന്ന് കിട്ടും. ചിലരിതിനെ 6 നൂല് എന്നും പറയാറുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ഒരു നീഡിലാണ്. നീഡിലെടുക്കുന്ന സമയത്ത് കുറച്ച് നല്ല തിക്കായിട്ടുള്ള നീഡിലായിരിക്കണം. അതുപോലെ അതിൻ്റെ ഹോള് കുറച്ച് നല്ല വലുപ്പത്തിലും നല്ല നീളത്തിലുണ്ടായിരിക്കണം. കാരണം നമുക്ക് ആ ത്രെഡ് ആ സൂചിയിലേക്ക് കൊള്ളുന്ന രീതിയിലുള്ള നീഡിലെടുക്കണം കേട്ടോ. കുറച്ച് നല്ല കട്ടിയുള്ള നീഡിലെടുക്കണം. ഒരുപാട് നൈസായിട്ടുള്ള നീഡിലെടുക്കരുത്. ഈ ഒരു നൂല് അതിനകത്തേക്ക് കൊള്ളാൻ വേണ്ടിയുള്ള ആ ഒരു വലുപ്പം വേണം അതിൻ്റെ ഹോളിന്. പിന്നെ വേണ്ടത് നമുക്കൊരു സ്കെയിലാണ്. പിന്നെ നമുക്കൊരു കടലാസ് പെൻസിൽ ആവശ്യമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്രെയിം തുണി ഫിക്സ് ചെയ്യണതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ സ്ക്രൂ അഴിച്ച് മാറ്റാം. അതിനുശേഷം അതിൻ്റെ സ്ക്രൂ ഇല്ലാത്ത ഒരു റൗണ്ട് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ക്ലോത്ത് എടുത്ത് അതിൻ്റെ മേലെ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ആ സ്ക്രൂ ഉള്ള ഫ്രെയിം എടുത്ത് അതിൻ്റെ മേലേക്ക് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്യണം. നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് തുണി അതിലിട്ടിരിക്കുന്ന ആ ക്ലോത്ത് ഒരിക്കലും ലൂസ് ഉണ്ടാകാൻ പാടില്ല. നന്നായി ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. എന്നാൽ മാത്രമാണ് സ്റ്റിച്ച് നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ ടൈറ്റ് ആക്കുക. ചില ക്ലോത്തുകൾ ഫിക്സ് ചെയ്യുമ്പോൾ ഡാമേജ് വരും. പ്രത്യേകിച്ച് നെറ്റ്, അതുപോലെ ജോർജറ്റ്, അതുപോലെ ഈ പട്ടുസാരിൻ്റെ ഒപ്പം വരുന്ന ക്ലോത്തുകളൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ ചെറിയൊരു ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കോട്ടൺ ക്ലോത്തും പോളി കോട്ടനൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഫിക്സ് ചെയ്യാം. പേടിക്കാണ്ട് നമുക്ക് ടൈറ്റാക്കി കൊടുക്കാനൊക്കെ പറ്റും. മാക്സിമം ടൈറ്റ് ചെയ്തെടുക്കുക. തുണി നന്നായി വലിച്ച് നന്നായി ടൈറ്റ് ചെയ്തെടുത്തിട്ട് ഇപ്പോൾ ടൈറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു. നന്നായിട്ട് തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലോത്ത്. ഇനി നമുക്കൊരു സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് അതിൽ കുറച്ച് ലൈൻ ഇട്ട് കൊടുക്കാം. ഈ ലൈനിലാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എംബ്രോയ്ഡറിയിലെ ബേസിക് സ്റ്റിച്ച് ആയിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റിച്ചാണ് കേട്ടോ. സാധാരണ നമ്മൾ സൂചി നൂലും കൊണ്ട് ചുരിദാറൊക്കെ ഷേപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത് ഈ റണ്ണിങ് സ്റ്റിച്ചാണ്. ആദ്യം താഴേന്ന് മേലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് ചെറിയൊരു വിടവ് വിട്ടിട്ട് അതിനെ താഴേക്ക് കുത്തിയിറക്കുക. പിന്നെയും ചെറിയൊരു സ്പേസ് വിട്ടിട്ട് വീണ്ടും കുത്തി സൂചി മേലേക്ക് എടുക്കുക. ചെയ്യുമ്പോൾ നൂല് കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം. പിന്നെയും കുത്തി താഴേക്ക് ഇറക്കുക. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിച്ചുകളെല്ലാം ഒരേ വലിപ്പത്തിലായിരിക്കണം. അതേപോലെ അതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു സ്പേസും ഒരേ വലിപ്പത്തിലായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പിക്ചറിലേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ. ഈ സ്റ്റിച്ച് സാധാരണ ഉപയോഗിക്കുന്നത് പിക്ചറിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു ഫീൽഡാണ്. എങ്ങനെ എംബ്രോയ്ഡറി ചെയ്യുക, അത് സ്റ്റിച്ചിങ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ നല്ല ക്ഷമയോടുകൂടി ഇരുന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ.
എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ചോദിക്കാം. അതും കൂടെ പരിഹരിച്ചുകൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നുണ്ടാവുക. വീഡിയോ ക്ലാരിറ്റി കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലൊക്കെ എന്നോട് പറയണം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾ സപ്പോർട്ട് തരണം കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോസ് ആണെങ്കിൽ കൂടിയും അത് തട്ടിക്കളയാതിരിക്കുക. കാരണം ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ച ഒരാളാണ്. ബേസിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെന്നല്ലാതെ ഞാൻ അവിടുന്ന് ആര്യ വർക്കൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ യൂട്യൂബ് നോക്കി മാത്രം പഠിച്ച് ഇപ്പോൾ വർക്ക് ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വീഡിയോസ് ആണെങ്കിലും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാനും അതുകൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ഫീൽഡാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ആത്മാർത്ഥതയോടുകൂടി എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഇവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.